നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 2024 വർഷത്തിന്റെ തുടക്കത്തിൽ നിരവധി ഐശ്വര്യങ്ങളും രാജയോഗങ്ങളും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ദേവന്മാരുടെ ഗുരുവായ വ്യാഴം ഇതുവരെ വിപരീത ദിശയിലാണ് നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഡിസംബർ 31 വ്യാഴം നേർരേഖയിൽ വരും. ഡിസംബർ 31 വ്യാഴം മേടം രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ ഗജലക്ഷ്മി രാജയോഗം തന്നെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വ്യാഴവും ശുക്രനും കേന്ദ്രഗ്രഹത്തിലോ മുഖാമുഖമോ 1, 4, 7 ഭാവങ്ങളിൽ ആയിരിക്കുമ്പോൾ ഗജലക്ഷ്മി രാജയോഗം ഉണ്ടാകുന്നതാണ് അഥവാ രൂപാന്തരപ്പെടുന്നതാകുന്നു. പല രാശിക്കാർക്കും ഇത് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് നൽകുക എങ്കിലും ഈ രാജയോഗത്തിന്റെ രൂപീകരണം 2024 ചില രാശിക്കാർക്ക് സർവ സൗഭാഗ്യവും ഐശ്വര്യവും നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവി ഇവരെ കൈപിടിച്ചുയർത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സൗഭാഗ്യം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം അഥവാ മഹാഭാഗ്യം തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗത്തിന്റെ രൂപീകരണം മൂലം കർക്കിടകം രാശിക്കാർക്ക് 2024 ആരംഭം ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഈ കാരണത്താൽ കർക്കിടക രാശിക്കാർക്ക് എല്ലാ ദിശകളിൽ നിന്നും വിജയം നേടുവാൻ സാധിക്കും. അതായത് ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ഇവർക്ക് അനുകൂലമായി മാറുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ കാരണത്താൽ കർക്കിടകം രാശിക്കാർക്ക് വിജയങ്ങൾ വന്നു ചേരും, ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തികപരമായ സ്ഥിതി മികച്ചതായി മാറുവാനുള്ള സാധ്യതയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാകുന്നു. അത്തരത്തിൽ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കൂടാതെ 2024 വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ നല്ല ജോലി ലഭിക്കുകയും ചെയ്യുന്നതാകുന്നു. എന്തെങ്കിലും പ്രശ്നം നിങ്ങളെ അലട്ടിയിരുന്നു എങ്കിൽ അതെല്ലാം ഇല്ലാതാവുകയും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ അംഗീകാരങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും. കൂടാതെ സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു. ഗജലക്ഷ്മി രാജയോഗം നിങ്ങളുടെ എല്ലാ ഭാഗ്യത്തിന്റെയും വാതിൽ തുറക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അകന്നു പോവുകയും ഈ സമയത്ത് ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും നിങ്ങൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയത്ത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്താനങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ ഈ സമയം സാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് 2024 ഗജലക്ഷ്മി രാജയോഗത്താൽ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. ഇവർ തീർച്ചയായും ലക്ഷ്മി ദേവിയെയും ലക്ഷ്മി നാരായണന്മാരെയും ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. സാധിക്കുന്ന അവസരങ്ങളിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് ഗജലക്ഷ്മി രാജയോഗത്താൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു. ഒരു അനുഗ്രഹമായി മാറും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. കാരണം അനുഭവിച്ചിരുന്ന ആ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ വഴിമാറിപ്പോകുന്ന സമയമാകുന്നു. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതാകുന്നു. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ സ്ഥിതി മുൻപത്തേക്കാൾ ശക്തമാവുകയും ചെയ്യും. ഇതുവരെ തടസ്സമായി നിന്നിരുന്ന പല പ്രശ്നങ്ങളും
അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും ജോലികൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ഗജലക്ഷ്മി രാജയോഗ സമയത്ത് നിങ്ങൾക്ക് പുതിയ കരാറുകൾ, പല വിധത്തിലുള്ള നേട്ടങ്ങൾ, ബിസിനസ് വിപുലീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇതുവഴി വൻ ലാഭമാണ് നിങ്ങൾക്ക് വന്ന് ചേരുക. വളരെ കാലമായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. വിജയം സുനിശ്ചിതം തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ അഥവാ നിറവേറ്റപ്പെടുവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഇത്. ഈ കാലയളവിൽ പുതിയ ജോലികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് പോലും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പുരോഗതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം വാഹനം, അതേപോലെ തന്നെ വസ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് വാങ്ങുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. രാഷ്ട്രീയപരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും ഉന്നത സ്ഥാനം വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് ധനുരാശിയാകുന്നു. ധനുരാശിക്കാർക്ക് ഇത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഗജലക്ഷ്മി രാജയോഗ കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ജോലിക്കാരനാണ് എങ്കിൽ 2024 പുതുവർഷത്തിൽ ഗജലക്ഷ്മി രാജയോഗം കാരണം നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുന്നതാകുന്നു. കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സ്ഥാനക്കയറ്റത്തിനും സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഈ സമയത്ത് ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ ലാഭം തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. ഐക്യം നിലനിൽക്കുവാൻ സഹായകരമായി മാറും. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും ധാരാളം സ്നേഹം, വാത്സല്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് എങ്കിൽ അത് വഴിമാറി പോവുകയും സന്തോഷം വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം മനസ്സിലേക്ക് പല രീതിയിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ വിദ്യാഭ്യാസം, സ്നേഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് ഈ സമയം. വ്യാഴം നേരിട്ട് നിൽക്കുന്നതിന്റെ സ്വാധീനം ഉണ്ടാകും. അതിനാലാണ് ഇപ്രകാരം പറയുന്നത്. കുട്ടികൾക്ക് പല മേഖലകളിലും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയത്ത് വരുമാനത്തിൽ വളരെയധികം വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നന്നായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ജോലികൾ ശരിയായ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ കാലയളവിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയാം. അതിനാൽ അനുകൂലം തന്നെയാണ് ഈ സമയം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക.